അമരവാണിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. നിരന്തരമായി നമ്മളും നമ്മുടെ വീടും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമാണ് ശത്രുബാധ ദോഷങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരുവിധം എല്ലാ ആളുകളും അനുഭവിക്കുന്നതും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഇവര് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതും നിരന്തരം നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഈ ശത്രുദോഷത്തിന് നമുക്ക് ചെയ്യാനുള്ളത് നിരന്തരമായി ഇതിനെതിരെ പോരാടുക എന്നുള്ളതാണ്. നിത്യേന നമ്മുടെ വീടുകളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഈ ശത്രുബാധ ഇത് നമ്മുടെ മക്കളെയും മുതിർന്നവരെയും എല്ലാവരെയും പല സമയത്തും പല പ്രകാരത്തിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇതിന് പ്രതിവിധി എന്നോണം നിരന്തരം നമുക്ക് ചെയ്യാവുന്ന പലതരം മാർഗങ്ങളുമുണ്ട്. അതിലൂടെ ശത്രുബാധ ദോഷം നിരന്തരമായി ഒഴിഞ്ഞു പോവുകയും അതിനെ എരിച്ചു കളയുകയും മാത്രവുമല്ല വീടിന് ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബാംഗങ്ങൾ എല്ലാവരും രാവിലെ പ്രഭാതകൃത്യം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളതാണ്. കുളിച്ച് ശുദ്ധി നേടുകയും എന്തെങ്കിലും ഒരു ഭസ്മമോ ചന്ദനമോ കുങ്കുമോ എന്തെങ്കിലും ഒന്ന് തൊടുകയും വീട്ടിലൊരു ശുദ്ധമായ സ്ഥലത്തൊരു നിലവിളക്ക് കത്തിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടാതെ ഏറ്റവും പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ വീടിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ, സിറ്റ് ഔട്ടിന് മുന്നിൽ, അതായത് നമ്മളെ മുറ്റത്ത്, കവാടത്തിൻ്റെ നേരെ മുറ്റത്ത് ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ കഷ്ണം കത്തിച്ചു വെക്കുക. വെറും നിലത്ത് കത്തിച്ചു വെക്കുക. ഇത് രാവിലെ നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് കത്തിച്ചു വെക്കുക. വൈകുന്നേരങ്ങളിലും നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം കത്തിച്ചു വെക്കുക. ഇത് നിലവിളക്ക് കത്തിക്കുന്ന വിശ്വാസമുള്ള വീടുകളിൽ മാത്രമല്ല, മറ്റു വിശ്വാസികളായിട്ടുള്ള വീടുകൾക്ക് മുന്നിലും ഈ ഒരു കർപ്പൂരം കത്തിച്ചു വെക്കുന്നത് നിരന്തരമായി നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശത്രുബാധ ദുരിതങ്ങളെ നിശേഷമായും അകറ്റാൻ നിരന്തരം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ വീട്ടിൽ നല്ലൊരു ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകാനും ഇത് ഇടയാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എല്ലാവർക്കും എല്ലാ വീടുകളിലും ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം വേണം നമ്മൾ കിടന്നുറങ്ങാൻ. അപ്പം രാവിലെയും വൈകുന്നേരവുമുള്ള ശരീരശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. കൂടാതെ ഈ ശരീരശുദ്ധിക്ക് പുറമെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി ഒരു 10 മിനിറ്റോ രാവിലെയും വൈകുന്നേരവും ഒരു മെഡിറ്റേഷൻ നമ്മളെല്ലാവരും ചെയ്യുകയും ചെയ്താൽ നിരന്തരമായിട്ടുള്ള ഈ ഒരു ബാധ ദോഷ ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും ഇത് ചെയ്ത് മനസ്സിലാക്കാവുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവുന്നതുമാണ്.
അപ്പോൾ ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്നതും എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. ഇത് നിരന്തരമായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ബലം. കാരണം ശത്രുബാധ എന്നുള്ളത് ഒന്നിനു പുറകെ ഒന്നൊന്നായി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കർപ്പൂരം കത്തിക്കൽ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരമായി നമ്മളതിനെ പ്രതിവിധി ചെയ്യുകയും വേണം. ഇത് ദോഷദുരിതങ്ങൾ അകറ്റുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതും വീട്ടിൽ സമൃദ്ധി സാവധാനം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 41 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്ത് ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്ത് മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം.